ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയത്തിനകത്തും ഇന്നല്ല നവകേരള സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഇവനെ സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ജനങ്ങൾ അവനെ ഭേദിച്ചു. ഈ ഭേദിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു മൈതാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ 10,000-കണക്കിന് ആളുകൾ നവകേരള സദസ്സിൽ അണിചേർന്നത്. ഒരു മൈതാനത്തിനും ഉൾക്കൊള്ളാൻ കഴിയുമതല്ല നവകേരള സദസ്സിനകത്ത് പങ്കാളിത്തം എന്നുള്ളത്. നവകേരള സദസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ഒന്ന്, പുതിയ കേരളം എന്തായിരിക്കണം? ആ പുതിയ കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ശക്തിപ്പെടുത്തൽ, കേരള മാതൃകയെന്ന് ലോകമെങ്ങാടും അറിയപ്പെടുന്ന ആ മാതൃകയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ, മതനിരപേക്ഷമായ കേരളം, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന അടിത്തറയിടുന്ന കേരളം, ഒരു വൈജ്ഞാനികമായ സമൂഹം, അറിവിന് അധിഷ്ഠിതമായ വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കേരളം, അറിവിന് അധിഷ്ഠിതമാകുന്ന സമ്പദ്ഘടനയുള്ള കേരളം, അത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവിനെ ഇനി കേന്ദ്രീകരിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നോട്ട് വരണം. ഈ ഗവൺമെന്റിന്റെ ഫോക്കസ് കഴിഞ്ഞ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തിലായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്.